സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുണ്ടായതിനു ശേഷം കോൺഗ്രസിലെ സമവാക്യത്തിൽ വന്ന മാറ്റം കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതൊന്ന് കേട്ടുവരാം. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊന്നുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല, റീലുകളിലും അല്ല കോൺഗ്രസ് ജീവിക്കുന്നത്. അല്ലല്ല, കോൺഗ്രസ് റീലുകളിലും അല്ല, സോഷ്യൽ മീഡിയയിലല്ല ജീവിക്കുന്നത്. കോൺഗ്രസ് ജീവിക്കുന്നത് ജനമനസ്സുകളിലാണ്. ആ കോൺഗ്രസിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ധീരന്മാരായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവരെയൊന്നും അണുവിട ചലിപ്പിക്കാൻ ഇത്തരം പ്രചരണങ്ങൾക്കൊന്നും ആവില്ല. റീലുകൾ എന്ന് ആവർത്തിച്ച് പറഞ്ഞ വി.ഡി. സതീശൻ ഷാഫി മാങ്കൂട്ടത്തിൽ ടീമിന് നേരെയുള്ള കൊട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം മാങ്കൂട്ടത്തിൽ വിഷയം ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്നും സതീശൻ ആവർത്തിക്കുന്നു. അതേസമയം തന്നെ സതീശൻ നടത്തിയ മറ്റൊരു പ്രസ്താവന കൂടി വളരെ സൂക്ഷ്മമായി കാണേണ്ടതുണ്ട്. കൊടുത്തത് കോൺഗ്രസ് പേരിൽ ഒരുപാട് പേര് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇനി കോൺഗ്രസ് വിരുദ്ധരാണോ അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സംശയം തോന്നുന്ന തരത്തിൽ കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പേരിലുണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് അത് KPCC പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം. ബലറാമിനെ ഒന്നും പുറത്താക്കിയിട്ടൊന്നുമില്ല. ആരാ പറഞ്ഞത്? ഡിജിറ്റൽ മീഡിയ നോ അത് തെറ്റായ വാർത്തയാണ്. അതായത് KPCC ഡിജിറ്റൽ മീഡിയ വിങ്ങിനെ പൂർണ്ണമായി തള്ളുകയാണ് വി.ഡി. സതീശൻ. അതേസമയം തന്നെ അതിന്റെ ചെയർമാനായ VT ബൽറാമിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതായത് വാർത്താ സമ്മേളനത്തിന്റെ ഒരു ഭാഗത്ത് റീൽ എന്ന് എടുത്തു പറഞ്ഞ് സ്ഥിരമായി റീലിടുന്ന ഷാഫി മാങ്കൂട്ടത്തിൽ ടീമിനെ തള്ളിപ്പറയുന്നു. മറുഭാഗത്ത് ബീഹാർ BD പരാമർശം ദേശീയ തലത്തിൽ തന്നെ വലിയ വിവാദമായിട്ട് പോലും VT ബൽറാമിനെതിരെ ഒരു വാക്ക് കൊണ്ടുപോലും അദ്ദേഹത്തെ നോവിക്കുന്നില്ല. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കോൺഗ്രസിലെ മാറിമറിഞ്ഞ സമവാക്യങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൊണ്ട് മാത്രമല്ല സതീശൻ ഷാഫി പക്ഷത്തിനെതിരെ കർശന നിലപാടിലേക്ക് പോയത്. അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇക്കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ. ഒപ്പം VT ബൽറാമിനെ ഷാഫി മാങ്കൂട്ടത്തിൽ ടീം ലക്ഷ്യമിടുകയാണോ എന്നുള്ള ചോദ്യവും പാർട്ടിയിൽ ഉയരുന്നുണ്ട്. അതും പരിശോധിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA സ്ഥാനം തന്നെ രാജിവെപ്പിക്കണം എന്നതായിരുന്നു സതീശന്റെ നിലപാട്. അതായത് ഈ ഗർഭചിത്ര വിവാദം ഉയർന്നു വന്ന സമയത്തുള്ള സതീശന്റെ നിലപാടിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഷാഫി ബീഹാർ കേന്ദ്രീകരിച്ച് നടത്തിയ ചില നീക്കങ്ങളിൽ തട്ടി അത് മാറി. MLA സ്ഥാനം രാജിവെക്കേണ്ട, പകരം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം എന്ന നിലപാടാണ് ഹൈക്കമാൻഡ് എടുത്തത്. ഇത് സതീശനും സമ്മതിക്കേണ്ടി വന്നു. അതായത് ഷാഫിയുടെ കളിയിൽ സതീശൻ പിന്നോട്ടു പോയി. താൻ ഇത്രയും നാൾ കൂടെ നിർത്തിയിരുന്നവർ തനിക്കെതിരെ നീക്കം നടത്തുന്നു എന്ന് സതീശന് കൃത്യമായി മനസ്സിലായി. ഇതിന്റെ വ്യക്തമായ സൂചന സോഷ്യൽ മീഡിയ വിമർശനങ്ങളിൽ നിന്നും സതീശൻ പക്ഷത്തിന് കിട്ടി. മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറഞ്ഞ അന്നു മുതൽ വി.ഡി. സതീശനെ ഒറ്റപ്പെടുത്തിയുള്ള ആക്രമണമാണ് കോൺഗ്രസ് ഹാൻഡിലുകൾ തന്നെ നടത്തുന്നത്. പണ്ട് ചെന്നിത്തലയ്ക്കെതിരെ നടത്തിയതിന് സമാനമായ സൈബർ ആക്രമണം. ഇതിന് പിന്നിൽ ഷാഫി മാങ്കൂട്ടത്തിൽ ടീം തന്നെയാണെന്ന് അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ അറിയാം. ഇതിന്റെ ഏറ്റവും മൂർത്തമായ രൂപം നമ്മൾ കണ്ടത്, അതായത് ഈ വി.ഡി. സതീശനെതിരെയുള്ള വിമർശനത്തിന്റെ മൂർത്തമായ രൂപം നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിക്കൊപ്പം സദ്യ കഴിച്ച് ഫോട്ടോയും വീഡിയോയും പുറത്തു വന്നതോടെയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന സമയത്ത് സതീശൻ പിണറായിക്കൊപ്പം സദ്യ കഴിച്ചതിനെ ആദ്യമേ വിമർശനമായി മുന്നോട്ട് കൊണ്ടുവന്നത് മാങ്കൂട്ടത്തിൽ വിങ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന സൈബർ വിങ് തന്നെയായിരുന്നു. അത് പിന്നീട് സുധാകരൻ പക്ഷം ഏറ്റെടുത്തു. മാത്രമല്ല, മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ സുധാകരൻ വീഡിയോ കോളിൽ വിളിച്ചു. ഈ ദൃശ്യവും വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു. അതായത് അപ്പോൾ തന്നെ വിളിക്കുന്ന ഒരു പ്രവർത്തകന് ഒരു വിഷമം ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ വിളിക്കുന്ന വലിയ നേതാവായി സുധാകരനെ ചിത്രീകരിക്കുകയും അതേസമയം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം സദ്യ കഴിച്ച വി.ഡി. സതീശൻ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ മുഖ്യമന്ത്രിയുടെ ആളാണ് എന്നുള്ളൊരു വികാരം ഉയർത്തിക്കൊണ്ടുവരാൻ കൊണ്ടുപിടിച്ച ഒരു ശ്രമവും മറുഭാഗത്ത് നടന്നു. വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജുകളിലും വ്യാപകമായി മുഖ്യമന്ത്രിക്കൊപ്പമുള്ള സതീശന്റെ ചിത്രവും വിമർശനവും ഷെയർ ചെയ്യപ്പെട്ടു. ചില ലീഗ് അണികളും ഇത് ഏറ്റെടുത്തു. എന്നാൽ കസ്റ്റഡി മർദ്ദനത്തിന്റെ വീഡിയോ പുറത്തു വരുന്നതിന് മുമ്പാണ് സദ്യ നടന്നത് എന്നായിരുന്നു വി.ഡി. സതീശൻ ക്യാമ്പിന്റെ മറുപടി. പക്ഷേ ഈ വിശദീകരണം വന്നിട്ടും സുധാകരൻ പരസ്യമായി തന്നെ സതീശനെ തള്ളിപ്പറഞ്ഞു. താനായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം സദ്യ കഴിക്കാൻ പോകില്ലായിരുന്നു എന്നാണ് സുധാകരൻ പറഞ്ഞത്. ഇതിനെല്ലാമുള്ള മറുപടിയായാണ് കടലിളകി വന്നാലും നിലപാട് മാറ്റില്ല എന്ന് സതീശൻ പറഞ്ഞത്. നിലപാടുകൾ എടുക്കുന്ന ആളുകളെ വിമർശിക്കാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? കേരളം മുഴുവൻ അലയടിച്ച് എന്റെ മുമ്പിലേക്ക് വന്നാലും എന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാനെടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാവില്ല.
ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിന് പണി കൊടുക്കുന്ന മറ്റൊരു നീക്കവും വി.ഡി. സതീശന്റെ പക്ഷം നടത്തുന്നുണ്ട്. നിയമസഭാ സമ്മേളനത്തിന് മാങ്കൂട്ടത്തിൽ വരേണ്ട എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവും ഒപ്പം ഭൂരിഭാഗം എം.എൽ.എമാരും ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നാൽ സർക്കാരിനെതിരായ വിഷയങ്ങളിൽ നിന്ന് അത് ശ്രദ്ധ മാറും എന്നതാണ് സതീശൻ പക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വാദഗതി. ഇത് മറ്റ് എം.എൽ.എമാരെ ബോധ്യപ്പെടുത്താനുള്ള നീക്കങ്ങളും പ്രതിപക്ഷ നിരയിൽ നടക്കുന്നുണ്ട്. അതായത് തനിക്കിട്ട് പണി തന്നവർക്ക് മറുപണി കുറിക്കുകൊള്ളുന്ന രീതിയിൽ കൊടുക്കുകയാണ് വി.ഡി. സതീശൻ എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഇനി വി.ടി. ബൽറാമിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, മാങ്കൂട്ടത്തിൽ വിവാദം വന്നത് മുതൽ KPCC ഡിജിറ്റൽ മീഡിയ വിങ്ങിൽ ഹോൾഡ് ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു വി.ടി. ബൽറാം. ഡിജിറ്റൽ മീഡിയ വിങ്ങിനെ നേരത്തെ തന്നെ മാങ്കൂട്ടത്തിൽ ഷാഫി ടീം ഹൈജാക്ക് ചെയ്തിരുന്നു. കൃത്യമായി പറഞ്ഞാൽ പാലക്കാട് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ്, അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ്, അതായത് KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ ആയിരുന്ന പി സരിൻ സീറ്റ് കിട്ടാതെ CPM പോയ സമയത്ത്, അങ്ങനെ ചെയർമാന് തന്നെ സ്വാധീനമില്ലാത്ത ഒരു സെക്ഷനായി KPCC മീഡിയ വിങ് മാറിയിരുന്നു. മാങ്കൂട്ടത്തിൻ്റെ ഗർഭചിത്ര പ്രശ്നം ഉയർന്നു വന്നതോടെ KPCC തീരുമാനങ്ങളെപ്പോലും വകവയ്ക്കാതെ സ്വന്തം നിലയ്ക്ക് ഡിജിറ്റൽ മീഡിയ വിങ് മുന്നോട്ട് പോയി. മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടി വന്നിട്ടും മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഈ ഡിജിറ്റൽ മീഡിയയിലുള്ള പല ആൾക്കാരും സ്വീകരിച്ചത് എന്നുള്ള വിമർശനം അന്ന് തന്നെ ഉയർന്നതാണ്. ഒപ്പം വി.ഡി. സതീശനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ വിമർശിക്കാനും ഇവർ മടി കാണിച്ചില്ല. സദ്യവിവാദമൊക്കെ ഈ നിലയ്ക്ക് കത്തിച്ചതും ഇതുപോലുള്ള ഹാൻഡിലുകൾ, ഇതുപോലുള്ള കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മീഡിയയുടെ തലപ്പത്തിരിക്കാൻ താനില്ല എന്ന നിലപാട് വി.ടി. ബൽറാം വി.ഡി. സതീശനെ അറിയിച്ചിരുന്നു. മാത്രമല്ല, ഷാഫി മാങ്കൂട്ടത്തിൽ ടീം നടത്തുന്ന കളികളെക്കുറിച്ചും സതീശനെ ബൽറാം അറിയിച്ചിരുന്നു. സതീശിനൊപ്പം ബൽറാം നിൽക്കുന്നത് അടുത്ത തവണത്തെ പാലക്കാട് സീറ്റ് ലക്ഷ്യം വെച്ചുകൂടിയാണ് എന്നുള്ള ഒരു വിലയിരുത്തലും ആ നിലയ്ക്ക് വന്നു. തൃത്താലയിൽ സന്ദീപ് വാര്യറെ മത്സരിപ്പിച്ച് പാലക്കാട് രാഹുലിന് പകരം വി.ടി. ബൽറാം വരട്ടെ എന്ന നിലപാടാണ് വി.ഡി. സതീശൻ തന്നെ അടുപ്പക്കാരുമായി പങ്കുവച്ചിട്ടുള്ളത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ബൽറാമിനെതിരെയുള്ള നീക്കങ്ങൾ ഷാഫി മാങ്കൂട്ടത്തിൽ ടീം തുടങ്ങിയതെന്നാണ് സൂചന. നേരത്തെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വിവാദ നായകനാണ് വി.ടി. ബൽറാം. AKGക്കെതിരെയുള്ള പരാമർശം, ഒപ്പം പിണറായിയെ പച്ചരി വിജയൻ എന്ന് വിളിച്ചത്, അങ്ങനെ തുടങ്ങി പല വിവാദപരവും ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവിൽ നിന്ന് വരാൻ പാടില്ലാത്തതുമായ മോശം പരാമർശങ്ങൾ അടങ്ങിയ പോസ്റ്റുകൾ ബൽറാമിന്റെ സോഷ്യൽ മീഡിയ വാളുകളിൽ നമുക്ക് കാണാം. അതേസമയം BJPക്കെതിരായ വിമർശനങ്ങളിൽ വി.ടി. ബൽറാം സ്വീകരിക്കുന്ന മൃദു സമീപനവും കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പണിയാണ് മാങ്കൂട്ടത്തിൽ ടീം ബിഹാർ BD പരാമർശത്തിലൂടെ ബൽറാമിന് നൽകിയതെന്നാണ് കോൺഗ്രസിനുള്ളിലെ സംസാരം. അതായത് നമുക്കറിയാം, GST കൗൺസിൽ BDയുടെ നികുതി 28% നിന്ന് 18% കുറച്ചതിനെ പരിഹസിക്കുന്ന ഒരു പോസ്റ്റ് കോൺഗ്രസിൻ്റെ കേരള വിങ്ങിൻ്റെ എക്സ് പോസ്റ്റായിട്ട് വന്നു. പക്ഷേ ആ പോസ്റ്റ് ബീഹാറിനെയും BDയെയും താരതമ്യം ചെയ്യുന്ന രീതിയിലുള്ളതാണ്. ബീഹാറിലെ NDA നേതാക്കൾക്ക് പുറമെ തേജസ്വി യാദവ് തന്നെ, അതായത് RJDയുടെ തേജസ്വി യാദവ് തന്നെ ഈ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. ബീഹാറിലെ ജനതയെ അപമാനിക്കുന്ന രീതിയിലുള്ള പോസ്റ്റായി പോയി അതെന്നുള്ള ഒരു വിമർശനമാണ് പൊതുവെ ഉയർന്നു വന്നത്. ആ രീതിയിലാണ് ഇത് ഹിന്ദി മേഖലയിൽ അല്ലെങ്കിൽ ബീഹാർ മേഖലയിൽ BJP ചർച്ചാ വിഷയമാക്കിയത്. സോഷ്യൽ മീഡിയ ടീമിന് തെറ്റുപറ്റിയതാണെന്നും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ താൻ ഇക്കാര്യം തിരുത്തിയെന്നും ബൽറാം അറിയിച്ചെങ്കിലും അതിനകം തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ വലിയ വാർത്തയായി. ബീഹാർ ജനതയെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അപമാനിച്ചു എന്നുള്ള വ്യാഖ്യാനം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ബീഹാറിൽ നടത്തിയ യാത്ര അപ്രസക്തമാക്കുന്ന രീതിയിൽ കേരളത്തിൽ നിന്ന് മറ്റൊരു ആയുധം കൂടി BJPക്ക് കിട്ടി എന്ന് നമുക്ക് പറയാം. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ബീഹാർ BD പരാമർശം വന്നതോടുകൂടി മറ്റൊരു രീതിയിൽ ഇതിനെ BJP വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ വിഷയമാക്കി മാറ്റി. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി കോൺഗ്രസിന്റെ മുതിർന്ന പൊസിഷനിലേക്കും MLA ഒക്കെ ആയ വി.ടി. ബൽറാം അതേ രാഹുൽ ഗാന്ധിയുടെ തന്നെ അപ്രീതിക്ക് പാത്രമാകുന്ന ഒരു സ്ഥിതി വന്നു. ഇത് തന്നെയാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ടീം ആഗ്രഹിച്ചത് എന്നാണ് കോൺഗ്രസിനുള്ളിലെ അണിയറ സംസാരം. ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ പണി കൊടുത്ത ബൽറാമിനെ ഇനി പാലക്കാടല്ല മറ്റെങ്ങും പരിഗണിക്കില്ല എന്നാണ് അവർ വിലയിരുത്തിയത്. അതായത് പാലക്കാട് വീണ്ടും ഷാഫി പറമ്പിലിന് മത്സരിക്കാൻ അതോടെ അവസരം ഒരുങ്ങും എന്നുള്ളൊരു മനക്കോട്ടയാണ് ഷാഫി മാങ്കൂട്ടത്തിൽ ടീം കെട്ടിയത്. ഈ പണിയെല്ലാം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് വി.ഡി. സതീശൻ ബൽറാമിനെ സംരക്ഷിച്ച് സംസാരിച്ചത്. മാത്രമല്ല KPCC പ്രസിഡന്റ് തന്നെ ബൽറാമിനെതിരായ നിലപാട് തിരുത്തുകയും ചെയ്തു. അതായത്
ബൽറാമിന് ഷാഫിയും ടീമും കൊടുത്ത പണി ഏൽക്കാതിരിക്കാനുള്ള നടപടി സതീശന്റെ പക്ഷം എടുത്തു എന്ന് സാരം. ഇതിന് പിന്നാലെയാണ് എം ബി രാജേഷിനുള്ള മറുപടി എന്നുള്ള രീതിയിൽ, മന്ത്രി എം ബി രാജേഷിനുള്ള മറുപടി എന്നുള്ള രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി വി ടി ബൽറാം രംഗത്ത് വന്നത്. ഈ വിവാദമൊക്കെ വന്നപ്പോൾ വി ടി ബൽറാം സൈലന്റ് ആയിരുന്നു. പക്ഷേ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി വി ടി ബൽറാം രംഗത്ത് വന്നിട്ടുണ്ട്. പോസ്റ്റിലെ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം തന്നെ കൃത്യമായി ഒരു കാര്യം പറയാം. KPCC വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നിൽ ഏൽപ്പിക്കപ്പെട്ട നിരവധി സംഘടനാപരമായ ചുമതലകളിൽ ഒന്നാണ് സാമൂഹ്യ മാധ്യമ വിഭാഗത്തിൻ്റേത്. എന്നാൽ ആ ചുമതലയിൽ തുടർന്നുകൊണ്ട് അതിനായി കൂടുതൽ സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന വ്യക്തിപരമായ പരിമിതി ഞാൻ മാസങ്ങളായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും DMC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വി ടി ബൽറാം എന്ന ഞാൻ ഇതുവരെ മാറിയിട്ടോ മാറ്റപ്പെട്ടിട്ടോ ഇല്ല എന്നാണ് ബൽറാം കുറിക്കുന്നത്. ഇത് കൃത്യമായി എം ബി രാജേഷിനുള്ള മറുപടിയല്ല, പകരം ഷാഫി മാങ്കൂട്ടത്തിൽ ടീം, അതായത് ബൽറാമിന് പണി കൊടുത്ത ടീമിനുള്ള ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ അവർക്കുള്ള ഒരു മറുപടിയോ ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഷാഫി മാങ്കൂട്ടത്തിൽ ടീമിനെതിരെ രണ്ടും കൽപ്പിച്ചുള്ള നീക്കത്തിലാണ് VD സതീശൻ എന്ന് തന്നെ പറയാം. അതിന് ഇപ്പോൾ വി ടി ബൽറാമിൻ്റെ കൂട്ടും കൂടെയുണ്ട്. കളിച്ചാൽ കളി താൻ പഠിപ്പിക്കുമെന്നാണ് സതീശൻ്റെ ഡയലോഗ്. മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് വരരുത് എന്നുള്ള കർശന നിലപാടും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സതീശൻ മുന്നോട്ട് വയ്ക്കുന്നു. കടൽ ഇളകി വന്നാലും തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റമില്ല അല്ലെങ്കിൽ മാറില്ല എന്ന് സതീശൻ ആവർത്തിക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാവുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അംഗമാവുക. നന്ദി, നമസ്കാരം.